ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നു പുറത്തൊക്കെ ഭയങ്കര മഴയല്ലേ, മഴ സമയം, നല്ല തണുപ്പ്, അപ്പോൾ ഒരു സ്നാക്കായാലോ. അപ്പോൾ എല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാനായിട്ടൊരു സ്നാക്കാവാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെ എന്താ പറയുക, വറുവൽ കാര്യങ്ങൾ, സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അധികം സ്പൈസി അല്ലാത്താണെങ്കിലും ഇങ്ങനെ ചൂടായിട്ട് എണ്ണയിൽ വറുത്ത് കോരുന്ന കാര്യങ്ങൾ, അങ്ങനെ. അപ്പോൾ കുറച്ചൊരു ഹെൽത്തി വേർഷനിൽ തന്നെ നമുക്ക് ചെയ്യാം. അത് പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാം, സ്വീറ്റ് പൊട്ടറ്റോ വെച്ചും ചെയ്യാം. ഞാൻ എന്തായാലും സ്വീറ്റ് പൊട്ടറ്റോയിലാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ആണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ദിസ് ഈസ് ദി മധുരക്കിഴങ്ങ്. വലിയ ഇഷ്ടമാണിത്. ഇത് 1/2 kg ആണ്. ഇത് വേവിച്ചിട്ട് ഇത് കുക്കറിലിട്ടാണ് വേവിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വലുതുണ്ടായിരുന്നു കഷ്ണങ്ങളാക്കി ഇട്ടിട്ട്, എന്നിട്ട് പിന്നെയാണ് അതിൻ്റെ സ്കിന്ന് മാറ്റിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മധുരം. ഇതിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഇത് ഫുള്ള് ഫൈബറാണ്, വെരി ഗുഡ് ഫോർ ഹെൽത്ത്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലൊക്കെ വളരെ നല്ലതാണ്. ഇതൊന്ന് ഉടയ്ക്കണം. ഓക്കെ, ഉടച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ ഉടയ്ക്കുന്ന പോലെ തന്നെ ഇതും ഒന്ന് മാഷ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണിത് സ്കിന്നോട് കൂടിയാണ് വേവിച്ചത്. കുക്കറിലൊരു 3 വിസിൽ. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റിയിട്ട് പിന്നെ സ്കിന്നൊക്കെ മാറ്റണം. എന്നിട്ടിങ്ങനെ പൊടിച്ചെടുക്കാം. അത് ഭയങ്കര ഭയങ്കര നല്ലതാണ്. കഴിക്കാനും നല്ലതാണ്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഇറ്റ്സ് വെരി വെരി ഗുഡ്. നന്നായിട്ടൊന്ന് ഉടച്ച് സെറ്റ് ചെയ്യും. ആദ്യത്തെ പണി അതാണ്. ഇനി ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അരിപ്പൊടി, കടലമാവ്. അരിപ്പൊടി കടലമാവിൻ്റെ പകുതി മതി. കടലമാവ് ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ അരിപ്പൊടി ഒരു 1/4 കപ്പ് മതി. ഒരു 3 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ മതി. ക്രിസ്പിനെസ് കിട്ടും അരിപ്പൊടി ചേർത്താൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ആൻഡ് മല്ലിയില. പിന്നെ ഈ ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. എനിക്കിവിടെ കിട്ടുന്ന പച്ചമുളക് പല സമയത്ത് പല ഇല. ഒരെണ്ണം ഇട്ടാൽ തന്നെ ഭയങ്കര എരിവുള്ള മുളകും കിട്ടാറുണ്ട്. 1-2 ഇട്ടാലും വലിയ കുഴപ്പമില്ലാത്തതും കിട്ടാറുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം സ്പൈസിയാണ്. അത് കാരണം ഞാൻ ഒരെണ്ണമേ എടുത്തുള്ളൂ, ഒരു വലുത്. അതിനെ ഇങ്ങനെ വട്ടത്തിന് മുറിച്ച് വെച്ചിട്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, നമ്മൾ കുറച്ച് താളിച്ചിടുന്നത് നല്ലതായിരിക്കും. ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് എണ്ണയിൽ, ഇത് വെളിച്ചെണ്ണയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സൺഫ്ലവറോ അല്ലെങ്കിൽ റൈസ് ബാൻ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ എണ്ണ ഏതാണോ ആ കംഫർട്ടബിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് താളിക്കുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ കടുകിട്ട് കറിവേപ്പിലയിട്ടൊന്ന് താളിക്കണം. അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു ചെറിയൊരു ഈർപ്പം വേണം കേട്ടോ, എന്നാലേ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈർപ്പമെല്ലാം കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം തളിച്ചാലും തെറ്റില്ല. ഏതാണ്ട് മാവ് സെറ്റായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോകും. മാവ് പോലെ ആയിട്ടുണ്ട്. ഓക്കെ, കുഴച്ചു, കൈയെല്ലാം കഴുകി. ഓക്കെ, ഇത് നമുക്കൊന്ന് താളിച്ചാലോ. ജസ്റ്റ് ഒന്ന് താളിക്കാം. എണ്ണ ചൂടാക്കിയിട്ട് താളിച്ചെടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇതൊരു ഏകദേശം ഒരു 2-3 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വരെ ആകാം. പച്ചമുളക് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ, 1-2 പച്ചമുളക്, അല്ലെങ്കിൽ 3 വരെ ആകാം, എരിവനുസരിച്ചിട്ട്. ഓക്കെ, മൊരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇതോടുകൂടി ഇനി നമുക്ക് കുറച്ച് കടലമാവും എല്ലാം കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അരിപ്പൊടി, കുറച്ച് ഉപ്പിട്ടില്ലല്ലോ ഇതുവരെ, ഇച്ചിരി ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. കടലമാവ് ടോട്ടൽ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്ത് വെച്ചത്. അളന്ന് വെച്ചതാണ്. അത് കംപ്ലീറ്റ് ചേർക്കാം. അതായത് ഒരു 1/2 കപ്പ് കടലമാവും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പിടിച്ച് കിട്ടും. വറുത്തെടുക്കുമ്പോൾ ഗംഭീരമായിരിക്കും. അപ്പോൾ എരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കാരണം ഇതിപ്പോൾ മധുരക്കിഴങ്ങിന് ഒരു മധുരമാണല്ലോ. അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടി ചെയ്യാം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്രയൊക്കെ മതി. ഏതാണ്ട് കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വടയുടെ ഷേപ്പിലേക്ക് മാറ്റണം. ഓക്കെ,
അതിന് മുന്നേ കൈ ഒന്ന് ഞാൻ കഴുകിയിട്ട് വരും. എന്നിട്ട് ഇച്ചിരി എണ്ണ കയ്യിൽ തടവിയിട്ട് വേണമെങ്കിലാകാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തൊട്ട് തടവിയാലും മതി. നല്ലൊരു ഡോ ഈസ് റെഡി. പാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം, വറുത്ത് കോരാനായിട്ട്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചു. മാവിൻ്റെ കൂട്ട് ഇവിടെ റെഡിയാണ്. മധുരക്കിഴങ്ങ് വട. അപ്പോൾ എണ്ണ ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ, ഞാനിപ്പോൾ ഷൂട്ടിന് വേണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് തീർക്കണമല്ലോ. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്രയും വലിയ പാത്രം വേണ്ട, കുറച്ച് പാത്രം വെച്ചാൽ കുറച്ച് എണ്ണ മതിയാകും. അപ്പോൾ നമുക്കൊരു 2-3 എണ്ണം വെച്ചിട്ട് വറുത്ത് മാറ്റിയാൽ മതി. പിന്നെ ഇതിങ്ങനെ ഒരു ഡോ പോലെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് തീർക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരു ദിവസത്തേക്ക് ഒരു 3-4 ഉണ്ടാക്കാം, പിറ്റേ ദിവസം 3-4 ഉണ്ടാക്കാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അളവ്, സൈസ് എല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോകും. ഓക്കെ, കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം എടുത്താലും മതി, വെള്ളം തടവിയാലും മതി. ഏത് സൈസ് വേണമെങ്കിലും തീരുമാനിക്കാം. ഒന്ന് പരത്താം, എന്നിട്ട് നടുക്ക് നമുക്കൊരു ഹോളിടാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ പോലെ ഷേപ്പാക്കാം. ഇങ്ങനെയാണെങ്കിൽ ഉഴുന്നുവടയുടെ ഷേപ്പ്. ഇനി അതല്ല, നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇതൊരു ഡോണട്ട് പോലെയും തോന്നും കാണുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ഒരു പ്രസ്സിങ്. നമ്മുടെ ഫിംഗർ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് എ ഡോണറ്റ്. എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ തടവുക, അല്ലെങ്കിൽ വെള്ളം തടവുക. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം മേതുവട മാതിരി ആണ് ഞാൻ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനെല്ലാം ഇതൊരു 6 എണ്ണം ഞാൻ പരത്തി ഷേപ്പ് ചെയ്തു. ബാക്കി ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അളവിന് തന്നെ ഏകദേശം 4, 5, 6, 7, 8, 9, 10, 16 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിൽ. ഇച്ചിരി കൂടെ സൈസ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 20 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എത്ര സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എണ്ണ ഏതാണ്ടൊക്കെ ചൂടായി കഴിഞ്ഞു. ഓക്കെ, നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം, കാര്യം അല്ലെങ്കിൽ എണ്ണ കുടിക്കും. പിന്നെ ഇട്ടൊരു പകുതി സ്റ്റേജ് ആകുമ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. ഓക്കെ, മീഡിയം ഫ്ലെയിമിലേക്ക് പോകണം. പിന്നെ ഉള്ളൊക്കെ വേകാനും അങ്ങനത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലെയിം ഇട്ടിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. എഗെയിൻ അതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയാം. എണ്ണ ഏതാണ്ട് ചൂടായി. നല്ലതായിട്ട് ആദ്യത്തെ വട ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ വട ഒരു സൈഡിലൂടെ പോട്ടെ. ദ തേർഡ് വൺ. 4, 5 എണ്ണ എഴുതും. 6. ഓക്കെ, ഒരുപാട് ക്രൗഡ് ചെയ്യണ്ട, ഒരു 6 എണ്ണം ആദ്യം പോട്ടെ. ഇപ്പം നമ്മുടെ വടയുടെ പൊസിഷനിങ് നമുക്ക് നോക്കാം. ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങി. കണ്ടു കഴിഞ്ഞാൽ ഒരു ഉഴുന്ന് വട പോലെ തന്നെ ഇരിക്കും. യെസ്, ഇനി ഒന്നുകൂടി ഒന്ന് നല്ലൊരു ഗോൾഡൻ ആയിക്കോട്ടെ. ഓക്കെ, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ എണ്ണയിൽ നിന്ന് മാറ്റാം. അതായത് നല്ലൊരു കരികരിപ്പ് ഉണ്ടാവും പുറമേ. ഓക്കെ, മാറ്റി തുടങ്ങാം. എണ്ണയൊന്നും കുടിക്കില്ല, കറക്റ്റായിട്ട് കിട്ടും. ദ ഫസ്റ്റ് ലോട്ട് റെഡി. ഇത് കണ്ടാൽ ഉഴുന്നുവട അല്ലെന്ന് ആരാ പറയുക. അടിപൊളി. ഓക്കെ, യെസ്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിൽ ബാക്കി ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഫാസ്റ്റായിട്ട്. ഇങ്ങനെയല്ലേ വേണ്ടത്. നമ്മൾ ചൂടായിട്ട് ചുട്ടെടുക്കുന്നു, ചൂടായിട്ട് കുഴയ്ക്കുന്നു, പരത്തുന്നു. അങ്ങനെ കുഴച്ച് കഴിഞ്ഞു, പരത്തുന്നു, ഷേപ്പ് ചെയ്തു. ഓക്കെ, യാ. അപ്പോൾ ഒരു ലോട്ട് എടുത്തു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കണം ആ എണ്ണയ്ക്ക്. എണ്ണ വീണ്ടും ആ ഒരു പൂർവാധികം ശക്തമായിട്ട് വരണ്ടേ, ആ ഒരു നല്ല ടെമ്പറേച്ചറിലേക്ക് വരാൻ ഒരു 5 മിനിറ്റ്സ് കൊടുക്കുക. 5 മിനിറ്റ്സ് തന്നെ വേണ്ട, ഒരു 3 മിനിറ്റെങ്കിലും കൊടുത്താൽ മതി.
എന്നിട്ട് അടുത്തത് ഇടുക. ഇതിപ്പോൾ ഞാൻ 7 ഇട്ടു, നേരത്തെ 6 ദിസ് ഇസ് 7. ഞാൻ ഒരെണ്ണം കൂടി ഇടുകയാണ്. ഇനി 2 കൂടിയേ ഉള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ 2 കൂടി ചേർക്കാം. ലാസ്റ്റ് 2 കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മാത്രം നമ്മളിനി എണ്ണ ചൂടാക്കി അത്രയും ഫ്യൂവലൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഐ എം ട്രൈങ് ടു അക്കോമഡേറ്റ്. ഒരു 2 പേരെ കൂടി ഒന്ന് ഇടാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഞാൻ ഒന്നിച്ചാക്കിയിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത്. കാര്യം ഇത് ഏതാണ്ടൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ എല്ലാം കൂടി ക്രൗഡ് ചെയ്ത് പ്രശ്നമാവണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ദേ നോക്കിക്കോളൂ. ദിസ് ഇസ് ക്രിസ്പി. യാ, വാവ്, ആവി പറക്കുന്നു. ആവി പറക്കുന്ന വട, സ്വീറ്റ് പൊട്ടറ്റോ വട. ഇതിപ്പോൾ ഞാൻ വായിൽ വെച്ചാൽ എൻ്റെ വായിൽ ആവി പറക്കും. അയ്യോ, യമ്മി യമ്മി, അടിപൊളി. ഇതിന് ഒരു ചമ്മന്തിയും കൂടെ വേണമായിരുന്നു. അത്യാവശ്യം ഒരു സ്പൈസി ചമ്മന്തി ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. കാര്യം ഇത് ഇച്ചിരി മധുരമാണല്ലോ. ചമ്മന്തിക്ക് നല്ല എരിവ്, നല്ലൊരു മുളക് ചട്നിയോ കാന്താരി ചട്നിയോ എന്തായാലും കുഴപ്പമില്ല. സൂപ്പർ അരി. ചായയുടെ കൂടെ ഹറുമുറ കടിക്കാം. സ്പൈസി നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പറാണ്. ഇതൊക്കെ ഇറ്റ്സ് വെരി നൈസ്. അടിപൊളി അടിപൊളി. ഇത് സെക്കൻഡ് ലോട്ടും അതുപോലെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു കളറും മുരിയലും ഒക്കെ ക്രമീകരിക്കാം. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട് 2-3 കൂടിയുണ്ട്. അതിനെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്താൽ മതി. യെസ്, ഗെറ്റിംഗ് റെഡി. ആ ഒരു ഓർഡറിൽ നമ്മൾ തിരിച്ചെണ്ണയിൽ നിന്ന് എടുത്താൽ മതിയല്ലോ, മുരിയുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ച് എടുത്തു തുടങ്ങാം. എല്ലാ വടയും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ലാസ്റ്റ് ഇട്ടത് കേട്ടോ, ആക്ച്വലി പറഞ്ഞാൽ. തീ ഓഫ് ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി വടാസ് ഗെറ്റ് അടിപൊളിയായിട്ടിരിക്കുന്നത്. വാവ്, എല്ലാം സെറ്റാക്കൂ. ചൂട് ചൂട് ചൂട്. ഓക്കെ, ഫിനിഷ്ഡ്. ചൂടോടുകൂടി തന്നെ നമ്മുടെ വടയൊക്കെ റെഡി. ദിസ് 16 വടയുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ കഴിച്ചു, 15 ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ വലിയ സ്പൈസി ആയിട്ടല്ല ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാൻ നല്ലതാണ്. കാര്യം സ്വീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് പൊടുമോളയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ 1 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടൊരു 3 പച്ചമുളകെങ്കിലും ചേർക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി ചെയ്യുക. പിന്നെ ഇതിന് നല്ലൊരു സ്പൈസി ചട്നി ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വറ്റൽമുളക് വറുത്തിട്ട്, ഒന്നുകിൽ വറുത്തെടുത്തിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും വറുത്ത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഗംഭീരമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാന്താരിയും നല്ല പച്ച ചമ്മന്തി, കാന്താരി ആൻഡ് കൊച്ചുള്ളി ആൻഡ് ഉപ്പ് ചതച്ചെടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ, അത് വെളിച്ചെണ്ണയിലൊക്കെ ചാലിച്ച് കഴിച്ചാൽ അതായാലും ഭയങ്കര ഗംഭീരമായി. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ചട്നി വേണമെങ്കിലും പറ്റും. പിന്നെ തേങ്ങ അരച്ച ചട്നിയും നല്ലതായിരിക്കും. അതായത് എന്താ പറയുക, തേങ്ങ, ഉള്ളി, കൊച്ചുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് ഒരു നമ്മൾ ഉഴുന്നുവടക്കൊക്കെ എടുക്കില്ലേ, അതുപോലെ കറിവേപ്പിലല്ല, അത് ഇച്ചിരി സ്പൈസി ആയിട്ട് ചെയ്താൽ മതി. എന്താണെങ്കിലും ഒരു സ്പൈസി ചട്നി ഇതിന് മസ്റ്റാണ്. എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് കോംബോ ആവുന്നത്. എന്തായാലും ഗംഭീരമാണ്. വെറും 1/2 കിലോ നമ്മുടെ മധുരക്കിഴങ്ങും കുറച്ച് കടലമാവും ഒരല്പം അരിപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയും പിന്നെന്താ പച്ചമുളകും ഒക്കെ ചേർന്ന് വന്നപ്പോൾ എണ്ണയിൽ താളിച്ചിടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ, ഇത്ര എണ്ണ ഇട്ട് വറുക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുത്തു, പെട്ടെന്ന് തന്നെ കാര്യം നടന്നു. അതിനാണ് ഇത്രയും എണ്ണ. അപ്പോൾ ഇത്ര എണ്ണ ബാക്കിയും വരും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പകുതി എണ്ണ എടുക്കുക, അറ്റ് എ ടൈം ഒരു 4 എണ്ണം വറുത്തെടുത്താൽ മതി. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, മറക്കരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഫീഡ്ബാക്ക് തരാനും മറക്കണ്ട. ഓക്കെ, എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരിക. സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.